നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി, മുംബൈ അഹമ്മദാബാദ് പാതയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. അതിന് കാരണം ജപ്പാന്റെ മുൻ മന്ത്രി ഹിഡേക്കി മഹികാര, അദ്ദേഹം ഇന്ത്യക്കെതിരെ നടത്തിയ വലിയ വിമർശനമാണ് ഈ വാർത്തകൾ വീണ്ടും ഇത്ര വലിയ സജീവമാകാനുള്ള കാരണം. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ കടുംപിടുത്തം പിടിച്ചു. അതുകൊണ്ട് ഈ പദ്ധതി വല്ലാണ്ട് വൈകി. ഇതിൻ്റെ ചുമതലയുണ്ടായിരുന്ന മുൻ മന്ത്രിയുടെ നിലപാടുകൾ അസഹനീയമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ കടുംപിടുത്തം കാരണം ഈ പദ്ധതി വല്ലാണ്ട് വൈകി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യക്ക് തന്നെയാണ് എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, ആ പദ്ധതിക്ക് യാതൊരു കുഴപ്പമില്ല, അത് മുമ്പോട്ട് പോകുമെന്ന് നിലപാടെടുക്കുകയും ചെയ്തു. ഇത് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. നമുക്കിനി ചർച്ച ചെയ്യേണ്ടത്, ഈ ബുള്ളറ്റ് ട്രെയിൻ അത് കേരളത്തിൽ സാധ്യമാണോ? പ്രത്യേകിച്ച് നമ്മൾ സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളെക്കുറിച്ച് വലിയ ആലോചനകൾ നടത്തി, വലിയ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി, ജനകീയ പ്രക്ഷോഭങ്ങൾ വന്നു, ആ പദ്ധതി നിർത്തിവെക്കുന്നൊരവസ്ഥയുണ്ടായി. പുതിയതായിട്ട് വന്ന സർക്കാർ അതിവേഗ റെയിൽപാത അത് വേണം എന്ന നിലപാടിൽ അവരും എത്തുന്നു. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഈ പദ്ധതി നമുക്ക് അനിവാര്യമാണ് താനും. അപ്പോൾ സമാനമായ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അത് കേരളത്തിലും സാധ്യമാണോ? അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഈ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഈ വിവാദമാകാനുള്ള കാര്യവും അതിൽ എന്താണ് അതിൻ്റെ പുതിയ അപ്ഡേഷനും എന്ന് നോക്കാം. ഈ പദ്ധതി തുടങ്ങുന്നത് 2017 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബെയും ചേർന്നാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ തൊട്ടു പിന്നാലെ കോവിഡ് മഹാമാരി വന്നു. അങ്ങനെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് 2021 നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചത് 2023 പദ്ധതി പൂർത്തിയാക്കി ആദ്യ സർവീസ് തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അത് ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങി, അത് വല്ലാണ്ട് ഇഴഞ്ഞ ഒരവസ്ഥയുണ്ടായി. അപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 2027 ഓഗസ്റ്റോടുകൂടി ഇതിൻ്റെ ആദ്യഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സർവീസ് തുടങ്ങുമെന്നാണ്. പൂർണ്ണമായി 2029 പൂർണ്ണതോതിൽ സർവീസ് ആരംഭിക്കുമെന്നും ലക്ഷ്യമിടുന്നു. എങ്കിലും അവസാന തീയതി നമുക്ക് ഇപ്പോഴും അത് അന്തിമമായി പറയാൻ സാധിക്കില്ല എന്നുള്ളതും വസ്തുതയാണ്. ഈ പദ്ധതിക്ക് ആകെ ചെലവ് കണക്കാക്കിയേക്കുന്നത് ഏകദേശം 1.08 ലക്ഷം കോടി രൂപയായിരുന്നു ആദ്യം ചെലവ് കണക്കാക്കിയത്. പക്ഷേ പിന്നീട് അതിൽ ചെലവിൽ വലിയ വർധന ഉണ്ടായി. ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്ന പദ്ധതി ചെലവ് 1.98 ലക്ഷം കോടിയാണ്. അപ്പോൾ ഈ ചെലവ് വലിയാണ്ട് വർദ്ധിച്ചു എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം തുക ചെലവഴിക്കേണ്ടി വന്നു. അതിൽ 90,000 കോടി രൂപ അധികമായി ചെലവാക്കേണ്ടി വന്നു. അത് റെയിൽവേ അത് വഹിക്കുമെന്നും പറയുന്നു. ഇതിനുവേണ്ടി മാത്രം 1389.5 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നു. സ്വാഭാവികമായും ഈ കോവിഡും ഇത് നിർമ്മാണ പ്രവർത്തനങ്ങളെ വല്ലാണ്ട് ബാധിച്ചിരുന്നു. കാരണം ഇതിൻ്റെ തുടക്കകാലത്ത് ഇതിൻ്റെ കരാർ വ്യവസ്ഥ അനുസരിച്ച് ജപ്പാൻ നിർമ്മാണ കമ്പനികൾ ചുമതല ഏറ്റെടുത്ത് നടത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിലും കോവിഡുമായി ബന്ധപ്പെട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പിന്നീട് ഇന്ത്യൻ കമ്പനികൾ ഏറ്റെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതിനിടയിലൊക്കെ വലിയ താമസമുണ്ടായതാണ് ഈ പദ്ധതി ചെലവ് വല്ലാണ്ട് കൂടാനും കാരണമായത്. പിന്നെ ഇത്രയും വലിയൊരു തുക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പദ്ധതിയുടെ 81% തുക ജപ്പാൻ്റെ സാമ്പത്തിക ഏജൻസിയായ ജെയ്ക്ക അവരുടെ വായ്പ എടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യത്തെ 15 വർഷം ഒരു കൂൾ ഓഫ് പീരീഡാണ്. പിന്നീട് 50 വർഷം കൊണ്ട് ഈ വായ്പ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് കരാർ വ്യവസ്ഥ. പലിശ ആകർഷകമാണ്. 0.1%, 1% പോലുമില്ല, 0.1% പലിശ. അപ്പോൾ ആകർഷകമായ വ്യവസ്ഥകളിലാണ് ഈ വായ്പ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാം. കൂടാതെ 5,000 കോടി രൂപ വീതം ഈ പദ്ധതിയിൽ 2 സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഒന്ന് ഗുജറാത്ത്, മറ്റൊന്ന് മഹാരാഷ്ട്ര. അങ്ങനെ 5,000 കോടി വീതം ഈ 2 സംസ്ഥാനങ്ങൾ വഹിക്കുന്നു. അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ വളരെ ആകർഷകമായ ഒരു പദ്ധതി. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തെ ഏറ്റവും മികച്ച ബുള്ളറ്റ് ട്രെയിനുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ജപ്പാൻ്റെ ഷിൻകാൻസൺ എന്ന് പറയുന്ന ആ ബുള്ളറ്റ് ട്രെയിനാണ് നമ്മൾ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായിട്ട് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 60 വർഷമായിട്ട് സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ സർവീസാണ്. ഇതുവരെ യാതൊരുവിധ അപകടങ്ങളും, മേജർ ആക്സിഡൻറ്റ്സ് ഒന്നും ഉണ്ടാകാത്ത ലോകത്തെ ഏറ്റവും മികച്ച നിലവാരമുള്ള ബുള്ളറ്റ് ട്രെയിനാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രാഥമികമായ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കാം. ഇത് അതിവേഗതയിൽ ഏതാണ്ട് 320 മുതൽ 360 കിലോമീറ്റർ വരെ മണിക്കൂറിൽ വേഗതയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനാണ്.
ഇതിന് 10 കമ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ കാർ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ട്രെയിനുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഓരോ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമല്ലോ. അപ്പോൾ അതേപോലെ 10 കമ്പാർട്ട്മെൻറ്റുകൾ ഈ ബുള്ളറ്റ് ട്രെയിനിനുണ്ടാകും. 690 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ പദ്ധതിയിൽ മൊത്തം ദൂരം എന്ന് പറയുന്നത് മുംബൈ അഹമ്മദാബാദ് ദൂരം 508 കിലോമീറ്ററാണ്. ഇത് സാധാരണ ട്രെയിൻ സർവീസിലോ അല്ലെങ്കിൽ മറ്റു മാർഗമോ പോകുമ്പോൾ വലിയ സമയമെടുക്കും. ഇപ്പോൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ 6 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ ഈ ബുള്ളറ്റ് ട്രെയിൻ വരുമ്പോൾ അത് 2 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കും. 12 സ്റ്റേഷനാണ് ഈ പാതയിൽ ഉണ്ടാകുക. 320 മുതൽ 360 കിലോമീറ്റർ വരെ വേഗതയിൽ പോകുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കിൽ ഇത്തിരി പ്രശ്നമാണ്. ഇതിൻ്റെ പൂർണ്ണ ടിക്കറ്റ് നിരക്ക് 3000 രൂപയാണ്. മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ പോകുന്നതിന് 3000 രൂപയാണ്. ഇനി ഏറ്റവും കുറഞ്ഞ നിരക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് മാത്രം പോകണമെങ്കിൽ 250 രൂപ വേണം എന്നുള്ളതാണ്. ഈ 10 കമ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതിൽ ഒരെണ്ണം ബിസിനസ് ക്ലാസ്സും ബാക്കിയുള്ളതെല്ലാം സ്റ്റാൻഡേർഡ് ക്ലാസ്സും ആയിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതാണ് ഈ പദ്ധതിയുടെ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സംഗതി. ഇനി എന്തുകൊണ്ട് ഈ ജപ്പാൻ ഇപ്പോൾ ഇതിൽ ഒരു കടുംപിടുത്തം പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ കാരണവുമുണ്ട്. കാരണം ഈ കരാർ ഉണ്ടാക്കിയ സമയത്ത് ജപ്പാൻ ചില നിബന്ധനകൾ വെച്ചിരുന്നു. ഈ ഷിൻകാൻസൺ സാങ്കേതിക വിദ്യ അത് ലോകത്തെ ഏറ്റവും മികച്ച ബുള്ളറ്റ് ട്രെയിൻ സാങ്കേതിക വിദ്യയാണ്. അത് പൂർണ്ണമായും ഇന്ത്യയിലേക്ക് കൈമാറാൻ ജപ്പാൻ സന്നദ്ധമായിരുന്നില്ല. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കൂടാതെ അവർ ട്രെയിൻ നമുക്ക് ബുള്ളറ്റ് ട്രെയിൻ തരുന്നതിനോടൊപ്പം അവരുടെ സിഗ്നലിംഗ് സംവിധാനം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതിനും ഇന്ത്യ സാമ്പത്തികമായി വലിയ മുതൽ മുടക്ക് നടത്തണമെന്ന് ചുരുക്കം. അപ്പോൾ ഈ ഷിൻകാൻസൺ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ആ ട്രെയിൻ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പദ്ധതി ചെലവിൽ വലിയൊരു തുക, ഏകദേശം ഒരു ഷിൻകാൻസൺ ട്രെയിനിന് 320 മുതൽ 460 കോടി രൂപ ഇന്ത്യൻ റുപ്പിയാണ് വില വരിക. ഏതാണ്ട് 20,000 കോടി രൂപ ഈ ട്രെയിനുകൾ ബുള്ളറ്റ് ട്രെയിനുകൾ വാങ്ങുന്നതിന് വേണ്ടി മാത്രം വകയിരുത്തിയിട്ടുമുണ്ട് ഈ പദ്ധതിയിൽ. അപ്പോൾ ഈ പദ്ധതി ചെലവ് ഇത് മാത്രമല്ല, ഇതിന് റോയൽറ്റിയും കൊടുക്കണം. വർഷാവർഷം റോയൽറ്റി എന്ന നിലയിൽ അല്ലെങ്കിൽ വാടക എന്നതുപോലെ വീണ്ടും നമ്മൾ പണം കൊടുക്കുകയും വേണം. ഇതാണൊരു വ്യവസ്ഥ. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ഏതാണ്ട് 16 ബുള്ളറ്റ് ട്രെയിനുകൾ ഇങ്ങോട്ടേക്ക് വാങ്ങാനാണ് പദ്ധതി ഇട്ടത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ജപ്പാൻ ഏതാണ്ട് 60 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ട്രെയിനുകളാണ്. അതിൽ ഇപ്പോൾ അവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന E5 എന്ന ശ്രേണിയിൽപ്പെട്ട ബുള്ളറ്റ് ട്രെയിനുകളാണ് ഇന്ത്യ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ആദ്യം പദ്ധതി ഇട്ടത്. പിന്നെ അത് മാറ്റിയിട്ട് അവരുടെ ഏറ്റവും മുന്തിയ നിലവാരമുള്ള E10 എന്ന പുതിയ ജനറേഷനിൽപ്പെട്ട ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരാനായിട്ട് പദ്ധതിയിട്ടു. അതിൻ്റെ കാരണം ഇതിന് കുറേ കൂടി വേഗതയുണ്ട്. നമ്മൾ 320 കിലോമീറ്റർ വരെ വേഗത എന്ന് കണക്കാക്കുകയാണെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ബുള്ളറ്റ് ട്രെയിന് 360 കിലോമീറ്റർ വരെ വേഗതയിൽ പോകാനായിട്ടുള്ള ശേഷി ഉണ്ടാകും. പക്ഷേ ഒരു കുഴപ്പം, ഈ ട്രെയിനുകൾ പൂർണ്ണമായി സജ്ജമായി കിട്ടാൻ വേണ്ടി 2030 വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എത്രയും വേഗം ഈ പദ്ധതി ആരംഭിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ 2027 പദ്ധതിയുടെ ആദ്യഘട്ടം തുടങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ചെയ്തു. ശരി, നിങ്ങളുടെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നത് വരെ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന ഭാരത് ട്രെയിൻ ഉപയോഗിക്കാം. നമ്മുടെ BEML-ഉം ICF-ഉം തയ്യാറാക്കുന്ന തദ്ദേശീയമായ ട്രെയിനുകൾ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തീരുമാനം. അപ്പോൾ അതിന് ഈ ജപ്പാൻ്റെ അത്ര കിടപിടിക്കുന്ന മെച്ചം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുണ്ടല്ലോ, അതിനെ കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിച്ച് തയ്യാറാക്കിയാണ് നമ്മൾ ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അതിനെ ഉയർത്താൻ പദ്ധതിയിടുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിന് പരമാവധി 160 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. 200 കിലോമീറ്ററിനടുത്ത് വരെ അതിന് പരമാവധി വേഗതയിൽ എത്താമെന്നും പറയുന്നു. പക്ഷേ നമ്മളിവിടെ ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ നിലവാരത്തിലേക്ക് അതിനെ പരിഷ്കരിക്കുമ്പോൾ അതിന് പരമാവധി വേഗത നമ്മൾ കണക്കാക്കുന്നത് 250 മുതൽ 280 കിലോമീറ്റർ വരെ വേഗതയാണ് കണക്കാക്കുന്നത്. പക്ഷേ ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്ന ട്രെയിനിന് 320 മുതൽ 360 കിലോമീറ്റർ വരെ വേഗതയിൽ പോകാൻ സാധിക്കും എന്നുള്ളതുകൂടി അതിൻ്റെ ഒരു ന്യൂനതയാണ്. ശരിയാണ്. പിന്നെ വന്ദേ ഭാരതിനെ പരിഷ്കരിക്കുന്നു. മറ്റത് നിലവിൽ ഉള്ള ലോകോത്തര ഏറ്റവും മികച്ച ബുള്ളറ്റ് ട്രെയിൻ സാങ്കേതിക വിദ്യയാണ് അപ്പുറത്തുള്ളത്. ഇത് ചെലവ് കുറഞ്ഞ ആഭ്യന്തരമായി നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാരത് ട്രെയിൻ എന്ന് പറയുന്നത് ചെലവ് കുറവാണ്. മറ്റത് ഇറക്കുമതി ചെയ്യുന്നതും അതിൻ്റെ റോയൽറ്റിയും ഉള്ളത് കൊണ്ട് തന്നെ ജപ്പാൻ ട്രെയിൻ ഇത്തിരി വില കൂടുതലാണ് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. നിലവിൽ നമ്മുടെ ഇതൊരു പുതിയ സംരംഭം എന്ന നിലയിൽ അത് വിജയിക്കാനോ പരാജയപ്പെടാനോ സാധ്യതയുണ്ട്. പക്ഷേ ജപ്പാൻ ട്രെയിനുകൾ എന്ന് പറയുന്നത് അത് നിലവിൽ അത് തെളിയിക്കപ്പെട്ട ഒരു സംവിധാനമാണ്. അതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. നമ്മൾ നിലവിൽ ഇന്ത്യൻ ട്രെയിൻ അല്ലെങ്കിൽ ഇന്ത്യ തയ്യാറാക്കുന്ന ട്രെയിനുകൾ 580 പേർക്കേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. 8 കാറുകളാണ് അത് സജ്ജമാക്കുന്നത്. എന്നാൽ
ജപ്പാൻ നിന്ന് വരുന്ന ട്രെയിനുകൾ അല്ലെങ്കിൽ അതിന് 10 കാറുകളുണ്ടാകും. അതിൽ 690 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് ഈ ട്രെയിനുകൾ നിർമ്മിക്കാം എന്ന് തീരുമാനമെടുത്തതിൻ്റെ പ്രാഥമിക കാരണം ഈ ജപ്പാൻ ട്രെയിൻ കൊണ്ടുവരുന്നതിന് 2030 വരെ കാലതാമസമുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം. കൂടാതെ വലിയ സാമ്പത്തിക ചെലവ്, ഇപ്പം നമ്മൾ 16 വരെ വാങ്ങാൻ അവരുടെ ജപ്പാൻ ട്രെയിൻ വാങ്ങാനായിട്ട് പദ്ധതി ഇട്ടു. ഇപ്പോൾ അതിൽ വലിയൊരു ഭാഗം ഇന്ത്യൻ നിർമ്മിത ട്രെയിനുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജപ്പാൻ സാങ്കേതിക വിദ്യയിലുള്ള ട്രെയിനുകൾ ഇന്ത്യക്ക് വലിയ രീതിയിൽ വേണ്ട എന്നൊരു നിലപാടിലെത്തിയതോടുകൂടി ജപ്പാന് വലിയ അതൃപ്തി ഉണ്ടായി എന്നുള്ളതാണ് വിവരം. ഇപ്പം നിലവിൽ നമ്മൾ 16 ഇന്ത്യൻ മെയ്ഡ് ട്രെയിനുകൾ നിലവിൽ സർവീസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തം ഈ പദ്ധതിയിൽ 24 ജപ്പാനിൽ നിന്ന് 24 ട്രെയിനുകൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാനാണ് പദ്ധതി ഇട്ടിരുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കൂടാതെ അവരുടെ സിഗ്നലിംഗ് സംവിധാനവും നമുക്ക് തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾ സർവീസ് നടത്തുന്നത് ജപ്പാൻ നിർമ്മിത ട്രെയിനുകൾ മാത്രമല്ല. അപ്പോൾ ഈ ഷിൻകാൻസൺ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സിഗ്നലിംഗ് സംവിധാനമാണ് ജപ്പാൻ്റെ കൈവശമുള്ളത്. അതൊരു എക്സ്ക്ലൂസീവ് സംവിധാനമാണ്. ആ സാങ്കേതിക വിദ്യ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ ഉള്ള സിഗ്നലിംഗ് സംവിധാനമാണ്. അപ്പോൾ അത് ആ രീതിയിൽ വന്നതും ജപ്പാന് വലിയ ഒരു എന്താ പറയുക അനിഷ്ടത്തിന് കാരണമായി എന്ന് നമ്മൾ പറയണം. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി എന്ന് പറയുന്നത് ഏതാണ്ട് 56% നിർമ്മാണ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൂടി പറയുന്നു. അതോടൊപ്പം താനെയിൽ നമ്മൾ 7 കിലോമീറ്റർ ദൂരം കടലിൻ്റെ അടിയിൽ കൂടി തുരങ്കം നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ മറ്റെവിടെയെങ്കിലും വേണമെങ്കിൽ ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ആസൂത്രണം ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഈ ഗുജറാത്തിനെയും മഹാരാഷ്ട്രയും തിരഞ്ഞെടുക്കാൻ കാരണം മഹാരാഷ്ട്ര നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. ഗുജറാത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംരംഭങ്ങളുള്ള വ്യവസായശാലകളുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. നിലവിൽ അവിടെ നടത്തുന്ന ട്രെയിൻ സർവീസ് ആയിക്കോട്ടെ ബസ് സർവീസ് ആയിക്കോട്ടെ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ മുമ്പിലുള്ളതാണ്. ഏതാണ്ട് 10,000 കണക്കിന് പേരാണ് ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ എളുപ്പം സമയലാഭത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളത് കണക്കാക്കിയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ പദ്ധതി കടന്നു പോകുമ്പോൾ ഏതാണ്ട് 12ഓളം റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ആ 12ഓളം റെയിൽവേ സ്റ്റേഷൻ പ്രധാനപ്പെട്ട ചില നഗരങ്ങൾ കൂടിയാണ്. അത് പറയുകയാണെങ്കിൽ സൂറത്ത്, വഡോദര, ആനന്ദ്, ഭുറിച്ച് തുടങ്ങിയ നഗരങ്ങൾ, ആ നഗരങ്ങളുടെ കൂടെ വികസനം ലക്ഷ്യമാക്കിയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ പദ്ധതി ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് കേരളത്തിൽ ഈ ബുള്ളറ്റ് ട്രെയിൻ സാധ്യമാണോ എന്ന ആലോചന നിലവിൽ ഇതിൻ്റെ ഈ കേരളത്തിൽ സിൽവർ ലൈൻ എന്ന പദ്ധതി ആസൂത്രണം ചെയ്ത സ്റ്റാൻഡേർഡ് ഗേജിലാണ് ആസൂത്രണം ചെയ്തത്. അപ്പോൾ അത് ആ ഒരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. എന്നിട്ട് എടുത്ത നയം, നമ്മൾ സാധാരണ നമ്മുടെ റെയിൽ പാത അത് ബ്രോഡ് ഗേജാണ്. അപ്പോൾ ആ ബ്രോഡ് ഗേജിലേക്ക് ആ പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നിലവിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പോലെയുള്ള അതിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് അതിവേഗ റെയിൽ സർവീസ് എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പിന്നീട് നിലപാടെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പുതിയ ഘട്ടത്തിൽ ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച സിൽവർ ലൈൻ ആ പദ്ധതി ഏതാണ്ട് റദ്ദാക്കിയ സാഹചര്യമാണ്. പുതിയ ഘട്ടത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് പുനരാലോചന ഉണ്ടായാൽ, അതിവേഗ റെയിൽ സർവീസ് ഉണ്ടായാൽ, ഒരു പക്ഷേ ബ്രോഡ് ഗേജ് തലത്തിൽ തന്നെ ഈ പുതിയ ഭാരത് ട്രെയിൻ ഉണ്ടല്ലോ, വന്ദേ ഭാരത് അല്ല, അതിനേക്കാൾ കുറേ കൂടി മെച്ചപ്പെടുത്തിയ ഭാരത് ട്രെയിനുകൾ ഉപയോഗിച്ച് കേരളത്തിൽ എന്തുകൊണ്ട് ഈ പദ്ധതി നടത്തിക്കൂടാ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കേണ്ടതാണ്. ഏതായാലും നമ്മുടെ ജപ്പാൻ സഹായത്തോടുകൂടി ആരംഭിക്കുന്ന മഹാരാഷ്ട്ര, ഗുജറാത്ത് ബുള്ളറ്റ് ട്രെയിനിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളും വലിയ വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാൻ്റെ മുൻ മന്ത്രി നടത്തിയ വിമർശനം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാതൽ. ഏതായാലും വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ്. ഈ പദ്ധതിയെ ഒരു തരത്തിലും ബാധിക്കുന്ന പ്രശ്നമില്ല. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന് തന്നെയാണ്, 2029 പദ്ധതി പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നിലവിലെ തീരുമാനവും അനുമാനവും. ഇനി ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട്. കാരണം നിർമ്മാണ പ്രവർത്തനമായതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും ഈ പദ്ധതി വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാന പ്രൊജക്റ്റാണ്. ഇതിൻ്റെ തുടർച്ചയായി ഈ ഇന്ത്യ സ്വന്തമായി ഈ പറയുന്ന തരത്തിൽ ഒരു ബുള്ളറ്റ് ട്രെയിൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന തലത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ
ഭാവിയിൽ കേരളം ഇത്തരമൊരു അതിവേഗ റെയിൽ സർവീസിനെ കുറിച്ച് നമ്മളും വലിയ ആശകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ കേരളത്തിലും സാധ്യമാവുക ഈ ഭാരത് ട്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിവേഗ റെയിൽ സർവീസ് തന്നെ ആകും എന്ന് ചിന്തിക്കുന്നതിലും വലിയ തെറ്റൊന്നും പറയാനൊക്കില്ല.